പറയുന്നത് രണ്ട് സൗന്ദര്യവും, ഒന്ന് ബാഹ്യമായ സൗന്ദര്യം, പിന്നൊന്ന് ആന്തരികമായ സൗന്ദര്യം. ഹൽക്കും ഹുൽക്കുണ്ടാണ് ചേട്ടൻ. ഹൽക്ക് ചെന്നിട്ട് തല മുതൽ കാല് വരെ ഉള്ളെങ്കിട്ട സൗന്ദര്യം, ശരീരത്തെ സൗന്ദര്യം, അത് ഇമാമിങ്ങളെല്ലാം നമുക്ക് പരിപാടി തന്നതാണ്. സ്വഹാബത്ത് വളരെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തെ സൗന്ദര്യം പരിപാടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തല മുതൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെറ്റി മുതൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണ് മുതൽ, ഈ കണ്ണിന്റെ മേലുള്ള ഐബ്രോ, മൂക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൗൾ, എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താടിയിലും തലയിലും പത്തറോമം, ഇങ്ങനെ കൂട്ടരുമേ തുടങ്ങും. ഇത് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തെ സമ്പൂർണ്ണമായി സൗന്ദര്യങ്ങൾ സ്വഹാബത്ത് വിശദീകരിച്ച. ഇത് പഠിക്കുമ്പോഴേ നമുക്ക് എന്താ ഒരു ലോകത്ത് ഇങ്ങനെ ഒരു നേതാവിടെ ಬಗ್ಗೆ ഇത്ര വലിയ ആളായെങ്കും അയാളെ മൂക്കെങ്ങനെ ഇട്ട്, അയാളെ കണ്ണെങ്ങനെ ഇട്ടിട്ട് ഒരാളും വർണ്ണിച്ചത് ചരിത്രത്തെ ആൾക്കാട്ടു സത്യമയാണ്. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാം പരിപാടിയാണ്. ഏതുപോലെ ചെന്നെങ്കിൽ വാജിബു അഹ്കാമു ശരീഅത്ത്, ഇപ്പൊ നിസ്കാര പരിപാടി തന്ന പോലെ അതും സ്വഹാബത്താണ് നമുക്ക് പരിപാടി തന്നെ. നോമ്പ് പരിപാടി തന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ടത്തെ പഠിച്ചിട്ട് സ്വഹാബത്ത്. അത്രേ പ്രാധാന്യത്തെ എന്ത് കൊടുത്താലും ചൊന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീര സൗന്ദര്യത്തെ പഠിപ്പാട്ടോ കൊടുത്താൽ. ബഹുമാനപ്പെട്ട സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ഖാദിമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാദിമാണ്. അയാളെ ഹദീസ് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു തന്റെ ശമായിൽ ചൊല്ലിയ കിതാബിലെ ഒന്നാമത്തെ അധ്യായം ബാബു മാ ജാഅ ഫീ ഖൽഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൃഷ്ടിയുടെ സൗന്ദര്യത്തെ പറ്റിയാണ് വിശദീകരിക്കുന്നത്. അപ്പൊ തടി എങ്ങനെ ഉണ്ടോ അങ്ങനെ ചൊന്നിട്ട് അതിലെ ലാസ്റ്റത്തെ അധ്യായം 86ാമത്തെ അധ്യായം ബാബു മാ ജാഅ ഫീ റുഇയ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാണ്ടതിനെ പറ്റിയാണ് വിശദീകരിക്കുന്നത്. അപ്പൊ അതിനിടക്ക് കുറെ അധ്യായങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഒന്നാമത് സൃഷ്ടിയുടെ ಬಗ್ಗೆ ചൊല്ലു, അവസാനം കാണ്ടതിനെ ಬಗ್ಗೆ ചൊല്ലു. അപ്പൊ ഈ ഹൽക്കിടെ ಬಗ್ಗೆ പഠിച്ചെനിക്കെത്ത ഒരാൾക്ക് അവന് കാണണം ചൊല്ല ആശയുണ്ട്, അവൻ അവസാനം കാണണോട്ടാണ്. അതുക്കാണ് ആ അധ്യായത്തെ വഫാത്തിലെ അധ്യായം കഴിഞ്ഞിട്ട് ലാസ്റ്റ് പോയിട്ട് വെക്കട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണം. അലിക്കുഞ്ഞ് ഉസ്താദിനെ ಬಗ್ಗೆ 5-6 നടന്ന ക്ലാസ്സിൽ മഹബത്തിനെ ಬಗ್ಗೆ ചെന്ന അതിൽ ഉസ്താദ് ചെല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കണ്ടപ്പ ഞാൻ കിതാബിൽ എങ്ങനെ പഠിച്ചില്ല അതുപോലെ ഞാൻ കണ്ടേ. ഒരാൾക്ക് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആണോ അല്ലെങ്കിൽ ഗൊത്താവിടെ എപ്പാൻ ചെന്നെങ്കിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവൻ പഠിക്കുമ്പോഴാണ് എന്താ അതിനെ വിശദീകരിക്കാനല്ല എന്റെ ഉദ്ദേശം. ഞാൻ ചെന്ന് വന്നത് ഷമായിലുൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സൗന്ദര്യം. അപ്പൊ ഇമാമിങ്ങൾ ചെന്നാൽ ലോകത്ത് ഒരാളെയും ശരീരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലത്തെ സൗന്ദര്യം ഇല്ല. എല്ലാവരാട്ടി ചന്ത ആറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വസിക്കുന്നത് അത് മിൻ തമാമിൽ ഈമാൻ പൂർണ്ണമാവുന്നതിന്റെ ഭാഗമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ചെന്ന പാടെ ആയില്ല ഈമാൻ പൂർണ്ണമാവുന്നുണ്ടെങ്കിൽ ഇതുവരെ ചെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തടി വേറെ ഒരാളുടെ തടിയിലും ഇല്ലാത്ത സൗന്ദര്യങ്ങൾ അല്ലാഹു തആല കൊടുത്തതാണ്. അതുകൊണ്ട് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബിമാർ ഇതിനെ ചന്ത വിശദീകരിച്ചാറ്. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗലിദ സ്വഹാബത്ത് മൗലിദാക്കിലാര മദഹക്കിലാര രണ്ടിലക്കിലാര. ഇത് ഇമാമിങ്ങൾ കിതാബിലെ ഹദീസ് കിതാബിലെ മൗലിദാണ്. സ്വഹാബത്ത് ഇതേ സ്വറാണ്. അല്ലെങ്കിൽ നീ ചൊല്ലുന്നത് ഇത് മൗലിദ് അല്ലാണ്ട് ചൊല്ലുന്നത് തീർവാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ ബിത്തവീലിൽ ബായിൻ ولا بالقصير ولا بالأبيض الأمهق ولا بالآدم ولا بالجعد القطط ولا بالسبت بعثه الله تعالى على رأس 40 سنة فأقام بمكة 10 سنين وبالمدينة 10 سنين وتوفاه الله على رأس 60 سنة. ഇത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീണ്ട ആളല്ല ശരിയാണ്. മൗലിദിന്റെ ജേസറാണ്. മൗലിദിന് എന്തൊരു ഓതരൻ കേട്ടെങ്കിൽ അറബി കൊന്തവിടെ മാത്രം എന്താ ജാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ಬಗ್ಗೆ ഇങ്ങനെയെല്ലാം വിശദീകരിക്കുന്നത്. അത് സ്വഹാബത്ത് വഴിപാട്ടിയതാണ്. അനസ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്ന ഹദീസ് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഒന്നാമത് കൊമ്പാണ്. അങ്ങനെ അതെല്ലാം ചെന്നിട്ട് അവസാനം അയാൾ ചൊല്ലു വലൈസ ഫീ റഅസിഹി വലിഹിയതിഹി 20 ശഅറത്തൻ ബൈദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയിലും താടിലും പൽത്ത മുടി ഇരിയവും ഏറെയില്ലാത്തത്. ഇത് വായിക്കുമ്പോഴാണ് ഒരാൾ അത്ഭുതപ്പെട്ടു പോകുന്നത് ലോകത്ത്. അനസ് റളിയല്ലാഹു അൻഹു വേറെ സ്വരയില്ലാത്ത മദീനത്തെ പള്ളിയിൽ ഒരു നേതാവുണ്ട്. അയാളിങ്ങനെ നോക്കി നിൽക്കുന്നത് സ്വരമാ യാ റബ്ബി. അനസ് റളിയല്ലാഹു അൻഹു എന്തെല്ലാം സ്വരമുണ്ട്. പക്ഷെ ഏറ്റവും വലിയ സ്വരമായിട്ട് അങ്ങ് കണ്ടാൽ മദീനത്തെ പള്ളിയിലുള്ള എന്തൊരു നേതാവിടെ എല്ലാ ചെന്നിട്ട് താടി രോമത്തിന് എത്ര പലത്തതിന്റെ എണ്ണോ ഞങ്ങൾ വാപ്പറത്തിന് വേണ്ടിയിടാം. ഞങ്ങൾ വാപ്പറത്തിന് എണ്ണോ പത്താൻ കുറെ എണ്ണിട്ട് എല്ലാം പത്തിട്ടിക്കും ചിലപ്പോൾ എണ്ണോ സാധ്യമേ പോവട്ടെ എണ്ണോ ആറ് പോണ്ടാന്ന് കേൾക്കണേ. ലോകത്തെ ഏറ്റവും വലിയ ആളാവട്ട്
രാഷ്ട്രപിതാവട്ടെ രാഷ്ട്രപതിയാവട്ടെ ആർമേനും കാവട്ടെ എത്ര വലിയ നേതാവായെങ്കും ആ നേതാവുടെ ഇങ്ങനെ ഒരു ഫോളോ അപ്പ് ആർക്കും സാധ്യയില്ല. രാഷ്ട്രപിത ഞങ്ങളുടെ രാജ്യത്തിൽ വന്നിട്ട് വിചാരിക്കുക ട്രെയിനില ഗാഡിയില വന്നിരിക്കുമ്പോ ഏതെങ്കിലും ഒരുത്ത ചിക്മംഗ്ലൂരിൽ പോയിട്ട് അവന്റെ പാർട്ടിയുടെ അവൻ ഭയങ്കര പിരിസാണ്. അതേ സമയത്ത് അയാൾ ഗാഡിയിലെ ഇരിമ്പോ ഏത് കാലം വെച്ചിട്ട് ഇരിഞ്ഞിട്ട് ഏതെങ്കിലും ഒരുത്ത നോക്കടാണ്. പിന്നെ കേൾക്കുള്ള രാഷ്ട്രപിത പോയാൽ പിന്നെ വിട്ട് വലിയ നേതാക്കന്മാരുള്ളാറ് അങ്ങ MLA MP എല്ലാവരും ഉള്ളാറുമ്പേ അങ്ങനൊട്ടി കേട്ട് നോക്കൂ. നിങ്ങളെ രാഷ്ട്രപിത ബന്ത് വേണ്ട, നിങ്ങളെ PM ബന്ത്, ഞങ്ങളെ PM ബന്ത്. ആ PM വന്നിട്ട് അയാൾ ഏത് കാൽ വെച്ചിട്ടാണ് ഗാഡിയിലെ ഇരിഞ്ഞിട്ട് ഏത് കാൽ വെച്ചെങ്കിൽ വെച്ചില്ലെങ്കിൽ ഇതാരും നോക്കുക പോണ്ടുള്ളൂ. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരു വാഹനത്തെ ഇടിയുമ്പോ ഏത് കാൽ വെച്ചിട്ട് ഇരിഞ്ഞിട്ട് വാഹനത്തിൽ പത്തുമ്പോ ഏത് കാൽ വെച്ചിട്ട് പത്തിട്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബൈങ്ങനെ കിടക്കുമ്പോ ഏത് ഭാഗത്ത് കിടന്ന് ഏതെങ്കിലും ഒരാളെ നോക്കുവാറ് എത്ര പിരിസത്താളെങ്കും അവൾ ഏത് ഭാഗത്ത് തിരിഞ്ഞിട്ട് കിടന്നാൾ അവൾ ഏത് ഭാഗത്ത് തിരിഞ്ഞ് കിടന്ന ആരെങ്കിലും നോക്കിടാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ജാവ് ഉറങ്ങുമ്പോ സ്വഹാബത്ത് കാത്തിക്കിടാറ്. എന്തി കാത്തിക്കിടോ? ആ നേതാവ് ഏത് ഭാഗത്ത് തിരിഞ്ഞിട്ട് ഉറങ്ങിട് ഉറങ്ങുമ്പോ എന്തിനാ ദിക്റ് ചെല്ലുണ്ട് ഇനി പൊയ്ത്ത ഉറങ്ങിയ പിന്നെ ആരെങ്കിലും ജാവ് കാത്ത് നിൽക്കിടാറ്, സ്വഹാബത്ത് കാത്ത് നിൽക്കിടാറ്. എന്തേ സുബൈക്ക് എണിക്കുമ്പോ ഏത് ഭാഗത്തിൽ എനിക്ക് എന്തിനാ ദിക്റ് ചൊന്നിട്ടില്ല, ഇതെല്ലാം പഠിപ്പാട്ടിയാറല്ലോ സ്വഹാബത്ത്. അപ്പൊ ഇങ്ങനത്തെ ഒരു നേതാവിനെയാണ് മീലാദും ചെല്ലുമ്പോ വെറും ഞങ്ങൾ ആര് പോയിട്ടും അതുപോലെ ഗമ്മത്താക്കിയ തീർത്ഥകമായാവലെ ഇത് ആരും ചെന്നിട്ട് പഠിക്കണം. അതാണ് എപ്പോഴും ചെല്ലേ മീലാദ് അർത്ഥപൂർണ്ണം അവിടെ എപ്പോഴും ചൊന്നെങ്കിൽ റബിയുൽ അവ്വൽ തീരുമ്പോ നിന്റെ ടീ കേൾക്കണം. നിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 മിനിറ്റ് നീ ചൊല്ലേന്ന് ചൊല്ലേങ്കിൽ എന്തിന് 10 മിനിറ്റ് ഞാൻ ചൊല്ലേ, ഞാൻ എന്ത് പഠിച്ചിട്ടാണ് 10 മിനിറ്റ് ഉടനെ ഞാൻ ചൊല്ലേ. തന്റെ നബി സല്ലല്ലാഹു ഇങ്ങനത്തെ ഒരു നേതാവ് ലോകത്ത് അതുല്യമായ ഒരു ഗിഫ്റ്റ് നമുക്ക് കിട്ടിയിട്ട് ആ ഗിഫ്റ്റിന്റെ ಬಗ್ಗೆ ഞാൻ വെറും ഇത് മാത്രമാക്കിയല്ല നക്കെന്ന് വന്നില്ല. മൗലിദ് ഓതി സമൂഹ തിന്നിട്ട് മൗലിദ് തീരുമ്പോ നക്കെ എച്ച് വന്ന് നാ വലിയ തോറായ അതും ആ ചെല്ലുള്ളൂ. പ്രിയപ്പെട്ട സഹോദരർത്ഥ തിന്നണ്ടല്ലവ തിന്നോന്ന് ತೊಂದರೆയില്ല, ഞാൻ കൺട്രോൾ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ തിന്നാണ്ട് ജീവിച്ചെങ്കത്തെ അതൊക്കെ കൺട്രോൾ ആക്കിയെങ്കത്തെ ആളാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ചെല്ലുന്ന ജാവു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബയത്തിൽ ഇന്ന് കല്ല് ഞാൻ എടുത്തു വെച്ചോണ്ടിരുന്നേ ഇതാണ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടും റബീഉൽ അവ്വൽ തിങ്കൾ ആക്കണവന് അർഹതപ്പെട്ട എത്രമോ ആൾമാരുള്ള അനക്ക് എല്ലാവർക്കും നല്ല ഭക്ഷണം കൊടുക്കാം. വലിയ വലിയ പണക്കാർ അല്ലാത്തങ്ങളിലുള്ള എവിടെയെല്ലാം പൈസ ചെലവാക്കുക. ഞാൻ അങ്ങനൊട്ടിയെല്ലാം ഓർമ്മപ്പെടുത്തുന്നതിനെന്ന് ചൊന്നെങ്കിൽ ആ പൈസ എല്ലാം നിങ്ങൾ റബീഉൽ അവ്വൽ തിങ്കൾ എടുത്തു വെക്കുക. എന്തെങ്കിലും വെറും ഡെക്കറേഷൻ ആക്കുവാനായിട്ടല്ല. എത്രമോ പാവങ്ങളുള്ള അങ്ക് കൊടുക്കാം, എത്രമോ ഹിന്ദുക്കൾ പാവങ്ങളുള്ള അങ്ക് കൊടുക്കാം. ഞങ്ങളെ നബി ആരും ചൊന്നിട്ട് അങ്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. ഇതാണ് പരിശുദ്ധ റബീഉൽ അവ്വൽ ഞാൻ ആക്കണത്തെ സ്വരാത. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് ഞങ്ങൾ പഠിക്കണായി. അവസാനം ചെന്ന് താടിലും തലലും പലത്ത ഇരിയോറോമയിൽ അതിരാട്ടിക്കൊറടി പോണാലും ചെന്നാൽ മാറുള്ള പോണൊന്നും ചെന്നാൽ മാറുള്ള പോണയിൽ ചെന്നാൽ മാറും വിവിധങ്ങളായ സമയത്തിൽ എണ്ണുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താടിലും തലലും പലത്ത റോമ ഇത്രയും തീർന്ന് ഖാദിമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നോക്കുള്ള ഒരു നേതാവുടെ തല എങ്ങനെ താടി എങ്ങനെ അതിൽ പലത്ത റോമ എങ്ങനെ ചൊന്നിട്ട് എണ്ണണം ഉണ്ടായെങ്കിൽ വെറുതെ ചെന്നതല്ല, തന്റെ ജീവത്ത് വേണ്ടി സമർപ്പിക്കൂ അടി നബിയെ. അതുകൊണ്ട് ഉഹദ് യുദ്ധത്തിൽ അമ്പ് വരുമ്പോ ഖതാദ റളിയല്ലാഹു അൻഹു കണ്ണാണ് കാട്ടിക്കൊടുക്കണേ. ലോകത്ത് ഏതെങ്കിലും നേതാവ് ഇതുണ്ടാ സാധ്യമാ? എന്നെ ഓടിയങ്ങനെ പുല്ലുമലക്കാറ് പിന്നെ അന്നെ ഓടിക്കുക നേതാവിടെ ബാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങനെതിരെ കൊന്തം വരുമ്പോ കത്തി വരുമ്പോ സ്വന്തം കണ്ണടെ കാട്ടിക്കൊടുക്കണേ ചൊന്ന് അതിങ്ങനെ ഒട്ടയിട്ട് കണ്ണ് പിന്നെ ആ കണ്ണട ഇങ്ങനെ വലിച്ചിട്ട് എടുത്തിട്ട് നേരെ ഹദറത്തി റസൂലില്ലാഹി നാളെ ആഖിറത്തിൽ പോയി നമുക്ക് ചെല്ലുകൊണ്ടല്ലേ നബിയെ സല്ലല്ലാഹു അലൈഹി നിങ്ങൾക്ക് വേനായിട്ട് ഞാൻ കണ്ണു കൊടുത്തിട്ടല്ല പിന്നെ അങ്ങ് സ്വർഗത്ത് പോയി പിന്നെ ഞാൻ സ്വർഗത്ത് ഓടും. ആ കണ്ണിന് നേരെ ഓടി എടുക്കാൻ സുബ്ഹാനല്ലാഹ് എടുത്തോണ്ട് പോണേ. ഇമാതിരി കായായിട്ട് 80 കായ 90 കായ ഇതായിട്ടും രണാങ്കണത്തിൽ അങ്ങ് ഉറച്ചിരിക്കാറും ചൊന്നെങ്കിൽ ഏകൈക കാരണമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് ഇതെല്ലാം ചെല്ലുമ്പോൾ ആശാവും ഇത് ഞങ്ങളെ പാലക്കാരെല്ലാം കേൾക്കണ എനിക്കത്തെ വിഷയമാണ്, ഞങ്ങളെല്ലാവരും കേൾക്കണ എനിക്കത്തെ വിഷയമാണ്. പ്രിയപ്പെട്ട ഞങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരും ചേർന്നിട്ട് അങ്ങ് പഠിച്ചിട്ട് അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത്. ശരിക്കാർക്കും ശ്രദ്ധിക്കില്ല, വേറെ എല്ലാ സ്വത്തും നമ്മളുള്ള നിന്റെ നബിയുടെ ಬಗ್ಗೆ പഠിക്കൂ. സല്ലല്ലാഹു അലൈഹി യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖതാദ റളിയല്ലാഹു അൻഹു സ്വന്തം മുഖം കാട്ടി കൊടുക്കുടു, നെഞ്ഞി കാട്ടി കൊടുക്കുടു, കണ്ണങ്ങ് പോണ്ടു. ആ കണ്ണട എടുത്തുകൊണ്ട് ഇലാ ഹദറത്തി റസൂലില്ലാഹി സല്ലല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ട പോയപ്പോൾ ബേജാറോട് കരച്ചിൽ വേണ്ടി എന്തിന കത്താതെ ഇതാക്കി ചൊന്നത് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണു പോയി എനിക്ക് വേനായിട്ട് സമർപ്പിച്ചതാണ്. എന്തിനാക്കണോ? സബറെടുക്കടാ
ഇല്ല നിന്റെ കണ്ണൂടെ ഫിറ്റാക്കി തരണോ എന്റെ ചോദ്യം കുറച്ച് നല്ല പെഞ്ഞായുള്ള ആ പെഞ്ഞായി ഈ അവസ്ഥയിൽ ഞാൻ പോയെങ്കിൽ അവൾക്ക് ബേജാറാവും. അതുകൊണ്ട് നമുക്ക് കണ്ണു വീണു ചെന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിറ്റാക്കി കൊടുത്തു. ഓപ്പറേഷൻ എന്തും ഇല്ലാവാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുപ്പുനീരിലൂടെ ഈ കണ്ണങ്ങ് വെച്ചു കൊടുത്തു. പിന്നെ ചരിത്രം ചൊല്ലു, ഈ കണ്ണുക്ക് രോഗം വന്നിരെങ്കും ഈ കണ്ണുക്ക് ചരിത്രത്തിൽ രോഗമേ വന്നിട്ടില്ലേണ്ട. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ ചെന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് ബാഹ്യമായ സൗന്ദര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യങ്ങൾ ഇങ്ങനെ പഠിപ്പാട്ടുമ്പോ ഒരു സൗന്ദര്യം അതിന്റെ പിന്നൊരു സൗന്ദര്യമാണ് ആന്തരിക സൗന്ദര്യ, സ്വഭാവ മഹിമ. അപ്പൊ ഇതിൽ ഈ രണ്ട് സൗന്ദര്യത്തിൽ ഞങ്ങൾ ഏതിലാണ് പിന്തുടരണായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ണിങ്ങനെ ഇന്ത്, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മുടി, ഈ ഐബ്രോ ഭാഗത്തുള്ള മുടി ഫുൾ ഇങ്ങനെ ഫില്ലായിട്ട് ഇന്ത്, ഇവിടെ തെല്ല് ഒരു നെർവ് പോലെ തെല്ല് ഗ്യാപ്പ് മാത്രമാണ്. ശ്രദ്ധിച്ച് നോക്കി മാത്രം വന്നാവും മുടിഞ്ഞ ഫില്ലാണ്. അങ്ങനെ ഇന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ നിങ്ങൾ അങ്ങനെ ആവണം ചൊല്ലുക അവിടെ, നിങ്ങൾക്ക് അങ്ങനെ ആക്കുക അവിടെ ആവില്ലേ? ബാഹ്യമായ സൗന്ദര്യത്തെ വിഷയത്തിൽ ഞങ്ങൾ പിന്തുടരണോണ്ടില്ല, ഞങ്ങൾക്ക് അതാവില്ലേ. അതേ സമയത്ത് ഞങ്ങളൊട്ടിക്ക് കൽപ്പിക്കപ്പെട്ട ഒരു വിഷയമുണ്ട്, റബീഉൽ അവ്വൽ ആക്കണായ സ്വറ. അതാണ് ആന്തരിക സൗന്ദര്യം കൊണ്ടല്ലേ, സ്വഭാവ മഹിമ. അതിൽ ഞങ്ങളൊട്ടി കൽപ്പിച്ചിട്ട് നിങ്ങൾ പിന്തുടരണോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല സബറുള്ള ആളാണ്, നണ്ടൊട്ടിക്ക് ചെന്ത് നീനും നല്ല സബറുള്ള ആളാവണോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല താഴ്മയുള്ള ആളാണ്, നാണും നല്ല താഴ്മയുള്ള ആളാവണോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാഫ് കൊടുക്കുന്ന ആളാണ്, നണ്ടൊട്ടിക്ക് ചെന്ത് നീനും മാഫ് കൊടുക്കുന്ന ആളാവണോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെണ്ണായിമാരുടെ ഏറ്റവും നല്ല സ്വഭാവത്തെ ആളാണ്, അതുകൊണ്ട് നാണും അങ്ങനെ ആവണം. അപ്പൊ ആന്തരിക സൗന്ദര്യത്തിൽ പിന്തുടരണോ ചെന്നിട്ട് ഞങ്ങളൊട്ടി കൽപ്പിക്കപ്പെട്ടത്. അങ്ങനെ കുറെ ഗുണങ്ങളുണ്ട്. ഒരു വിഷയം ഞാൻ ചൊല്ല എപ്പോഴും ഞാൻ ആവർത്തിക്കുന്ന ഗുണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ ഞങ്ങളുടെ ജീവിതത്തിൽ ആർജിച്ചെടുക്കണ എങ്ങനത്തെ ഗുണേന്ദ്ര ഒന്നുണ്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ ഏറ്റവും നല്ല മാഫ് കൊടുക്കുന്ന ആളായിട്ടുണ്ട്. കൽബിൽ എന്തും വെക്കാത്ത ഇങ്ങനത്തെ ആളായിട്ടുണ്ട്. ഏതുവരെ ചെന്ന് സ്വഹാബത്തിലൊട്ടിക്ക് നീങ്ങാറും ഒത്തര വയ്ക്കാൻ നല്ലൊട്ടി എന്ത് വന്ന് ചെലവുതീര ചൊല്ലണം കാത്തിക്കല്ല. ആരും നല്ലൊട്ടി വന്ന് എന്ത് ചെലവുതീര എന്തേ ഞാൻ ആത്മാരെ കർമ്മ നല്ല ഫ്രഷ് ആയിട്ട് കർമ്മമാണ് ഉദ്ദേശിക്കണേ. ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചൊന്നാറുണ്ടായി ചിലപ്പോൾ എന്താവും ഓ അയാൾ അങ്ങനെ ഇങ്ങനെ വാട്ടല്ല ചിലപ്പോൾ തോന്നുവല്ലോ. അപ്പൊ അങ്ങനത്തെ വിഷയമേ വേണ്ട. ആരവൊക്കെ നല്ലൊട്ടി എന്ന് ചെല്ലണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര ഫ്രഷ് ആയിട്ട്. ഞാൻ കൂടെ പറയുമ്പോൾ നമുക്ക് ഓർമ്മ ഫസ്റ്റ് കൂടെ പറമ്പ 5 വർഷം ഞാൻ ചെന്നേ അതൊക്കെ ഫോൺ ആക്കി നിങ്ങളോട് പോണ്ടാറാ. അപ്പൊ ആ പള്ളി ഫസ്റ്റ് നിൽക്കണോ ഏത് ജുമാഅത്തെ പള്ളി ഫസ്റ്റ് നിൽക്കണോ. 10 വർഷം സ്ഥാപനത്തിൽ നിന്ന് പള്ളി ദർസ് ഫസ്റ്റാണ്, ജമാഅത്ത് ജുമാ ഖുത്ബല്ല ഫസ്റ്റ്. അപ്പൊ അയാൾ ചൊത്തു നാണ് പണ്ടേ എന്തി പണ്ടേ ചൊന്നെങ്കിൽ എല്ലാം വിശദീകരിക്കും. അമിതാചാരെങ്ങനെ എങ്ങനെ അയാളെങ്ങനെ ഇയാളെങ്ങനെ. അപ്പൊ അയാൾ ചൊല്ലും ഇവിടെ കോട്ടിട്ട ഒരാളുണ്ടോ അയാൾ ഭാരി ജാഗ്രത ആക്കണോ, ഇതിനോട് താടിയുടെ ഒരാളുണ്ടോ അയാളെ ഭാരി ജാഗ്രത, ഇങ്ങനെല്ലാം ചൊല്ലുകയാണ് ഉദ്ദേശം. അതുവേ അങ്ങനെ നമുക്ക് തലവെച്ചിരുന്ന പിന്നെ വിഷയം ಗೊತ್ತಿಲ್ಲല്ലേ എന്ത് അനുഭവം ചെത്തല്ലേ. അങ്ങനെ പിന്നെ എന്താ എത്തിച്ചെന്നെങ്കിൽ അയാൾ ഇപ്പോൾ മോഡികാരിൽ കിട്ടേണ്ട ചോദിച്ചു ആ ഗാഡിയിൽ വന്നിട്ട് അയാൾ മോഡികാരിൽ ഇല്ലേ ഇല്ല. ഞാൻ അവിടെ വന്നിട്ട് അൽഹംദുലില്ലാ ചെന്ന എന്ത് ನಾನು ಸಲೀಮುಲ್ ಬಾಲ್ വന്നില്ല. കവിത ആരും വന്നില്ല, ഇയാളാരും വന്നില്ല, അയാളാരും വന്നില്ല. ഞാൻ പറഞ്ഞ ക്ലിയർ ആയ മനസ്സോടെയാണ് വന്നത്. ഇന്ന് ഞാൻ അതുക്ക് വേണ്ടിയിട്ട് ആരോട്ട് അൽഹംദുലില്ലാ ചോദിച്ചുള്ളൂ. എന്തേ അതൊക്കെ എല്ലാവരും സമാണ്. അയാൾ അങ്ങനെ ഇയാൾ ഇങ്ങനെ അയാൾ ചൊല്ലുകൊണ്ടെന്ന് ക്ലാസ് എടുക്കും വളരെ ജാഗ്രത ആക്കിക്കൊണ്ട് ഇങ്ങനെ എല്ലാം ചൊല്ലും. നോക്കുമ്പോൾ പഠിച്ചോന്ന് അയാളെ നമുക്ക് കാട്ടിയതേ ഇല്ല. അയാൾ അന്യമേ പോയിട്ട് ഇന്നും അയാളെ കാണുമ്പോൾ നമുക്ക് ചിരിക്കാൻ. കാരണം നിങ്ങൾക്ക് ക്ലാസ് എടുക്കുകയാണ് അതിൽ വന്നിട്ട് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി നിങ്ങൾ നോക്കുമ്പോൾ നല്ല വിഷയമാണ്. ഞാനിങ്ങനെ പുറത്ത് പോകുമ്പോൾ സലീമുൽ ബാൽ ആരൊട്ടി എന്ത് ചെല്ലവില്ല, ഫ്രഷ് മൈൻഡിലാണ് ഞാൻ പണ്ടേ. ഇതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുടെ പിടിച്ചിട്ട് ചെല്ല് യാ ബുനയ്യ ഇൻ ഖദർത അൻ തുസ്ബിഹ വ തുംസിയ വലൈസ ഫീ ഖൽബിക ഗിശ്റുൻ ലി അഹദിൻ ഫഫഅൽ. നീ ആക്കണായ സ്വരേന്ദ്രൻ ഭയങ്കര വിശ്വത്തിൽ വിളിക്കല് യാ ബുനയ്യ എന്റെ കുഞ്ഞുമോനെ വിളിച്ചിട്ട് ചെലുത്തി ഇൻ ഖദർത നിനക്ക് തീരുണ്ടായി നീ ഒരു സ്വരാക്കണം. എല്ലാവരും എണ്ണം പലതും തീരുന്നെനിക്ക് എന്റെ വിഷയം ഞാൻ കേട്ടെ. ഒരു 300 kg ഇറച്ചി വേണം ചോദ്യം കൊടുത്തില്ല. അൽഹംദുലില്ലാ വലിയൊരു ബർക്കത്താണ്. അല്ലാഹു എല്ലാവരും ബർക്കത്താകണം. 300 kg ഇറച്ചി വേണം. നീ 50 kg തണ്ടാറ, നീ 50 എല്ലാവരും തന്നാ ഞാൻ ഒരു 10 kg റെഡി എല്ലാം തൂറണി. ഇനി ഞങ്ങൾക്ക് റബീഉൽ അവ്വൽ 12 ഇതാ 10 ക്വിന്റാൽ ചോറാക്കണം, 100 ക്വിന്റാൽ ചോറാക്കണം ഉണ്ടാ റെഡി ആവുള്ളൂ. അതൊരു വലിയ ബർക്കത്ത് എല്ലാവും. അതേ സമയത്ത് ഞാൻ ഒരു ക്വസ്റ്റ്യൻ കേൾക്കട്ടെ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്വസ്റ്റ്യൻ. യാ ബുനയ്യ ഓ നിന്റെ കുഞ്ഞുമോനെ ഇൻ ഖദർത നിക്ക് തീരുണ്ടായെങ്കിൽ അൻ തുസ്ബിഹ വ തുംസിയ സുബൈക്കാവുമ്പോഴും അസറാവുമ്പോഴും നീ എങ്ങനെ വേണമെന്നുണ്ട വലൈസ ഫീ ഖൽബിക ഗിശ്റുൻ ലി അഹദിൻ നിന്റെ കൽബിൽ ഒരാളൊട്ടി നെഞ്ചിന്റെ ബലിയിൽ അങ്ങനെ നിക്കാക്കുക. അവിടെ നല്ല ചെല്ല നാളെ ചെല്ലുക ചെല്ലും. വലൈസ ഫീ ഖൽബിക ഗിശ്റുൻ ലി അഹദിൻ ഫഫ്അൽ ഇതാണ് നീ ആക്കണേ.
ഞാനിങ്ങനെ അല്ലോ പഠിച്ചോന്ന് നിസ്കാരത്ത് കൈകെട്ടുമ്പോ തന്നെ വലിച്ച സൈഡിടത്തോളം റബ്ബേ പഠിച്ചോനെ കൈകെട്ടിട്ടായിട്ട് കുടുങ്ങിയിട്ട് എന്തിനായിക്കൂടെ പിന്നെ ലാസ്റ്റ് നിസ്കാരം തീരുന്നിടത്തോളം 4 റക്അത്തായാലും 8 റക്അത്തായാലും എന്നൊക്കെ ഒന്നില്ല. ഈ ചനി പിടിച്ചവൻ രണ്ടൊട്ടിക്ക് ഉള്ളനാൻ ചൊന്നിട്ടാണ് അള്ളാഹോടൊട്ടിക്ക് നടത്തുന്ന മുനാജാത്തിൽ വരെ ഓന്റെ ചിന്ത ഓൻ എന്തിയപ്പുറം തന്നെ ഒട്ട നിന്റാൻ ചൊന്നിട്ടു. ഞാൻ പള്ളിയുടെ മീലാകുന്ന 100 kg ഇറച്ചു കൊടുക്കൂടെ, ഞാൻ 50 kg ചോറ് കൊടുക്കണേ, അരി കൊടുക്കണേ, എല്ലാത്തും ഞാൻ റെഡി. പക്ഷെ ഇത് നിന്നെ കൊണ്ടാക്കുക അവിടെ ചൊന്നെങ്കിൽ നിന്റെ കണക്കിൽ ഇത് 0 ആണ്. يا بني إن قدرت أن تصبح وتمسيها وليس في قلبك غش لأحد فافعل. ഈ നാക്കുനായ സ്വറൈദി ഏറ്റവും പിരിസത്താണ് വിളിച്ചിട്ടാ ചൊല്ലേ. വദാലിക മിൻ സുന്നതി, ഇത് നിന്റെ ചര്യയായിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹ്. വമൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി, നിന്റെ സുന്നത്തിൽ ഓർത്ത ഫോളോ ആക്കണെന്ന് ചൊന്നെ നിന്റെ പിരിസാക്കിയ പോലെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് ചൊന്നെങ്കിലെ അത് നിന്റെ പിരിസാക്കിയതിന്റെ മഹബ്ബത്തിന്റെ അടയാളം നിന്റെ സുന്നത്തോൺ ഫോളോ ആക്കടാ. വമൻ അഹബ്ബനി, നിന്റെ ഒരാൾ പിരിസാക്കിയെങ്ക കാന മഈ ഫിൽ ജന്ന, അയാൾ നണ്ടെത്തിക്ക് സ്വർഗ്ഗത്തിലിക്കുന്നുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുന്നങ്ങൻ ചെന്നരെ ഹിസാബില്ലാണ്ട് സുലാബ ഹിസാബോടെ സ്വർഗ്ഗത്തിൽ പോണുണ്ടെങ്കിൽ തൊടീമൻ ഹറമ, നിങ്ങൾക്ക് തരാത്ത ആൾക്ക് നിങ്ങൾ കൊടുക്കണം. വതസിലു അമ്മൻ ഖത, നിങ്ങളുടെ സംബന്ധം മുറിച്ചാൽ നിങ്ങളെ മങ്ങിത്ത് കയാൾ വിളിച്ചിട്ടില്ല, നിങ്ങളുടെ സ്വന്തം മുട്ടത്തെ ആള് ഇനി നിങ്ങൾക്ക് ആക്കലല്ല നിന്റെ മോലെ മങ്ങിലാവട്ടെന്ന് ചൊന്നിട്ട് കാത്തിട്ട് 10 വർഷമായിരുന്നു, പിന്നെ അവനെ പിടിക്കാണ്ടിരിക്കണോ പല സ്വന്തമായിട്ട് അതിൽ. ഇതാണോ സ്വർഗത്ത് പോണ്ടത്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹജ്ജിക്ക് പോയപ്പോ വേറൊരു ഉസ്താദ് ഒരു ഉദാഹരണം ചൊന്നിട്ട്, ഹജ്ജിക്ക് പോയിട്ട് ഒരാൾ അങ്ങനെ വന്നിട്ട് എല്ലാവർക്കും ഈത്തപ്പഴ സംസം ഗൗജി എല്ലാവർക്കും കൊടുത്തു നല്ല വിഷയം. പക്ഷെ ഓണ് കൊടുത്തില്ല, നക്ക് തന്നിട്ടേ ഇല്ല. അപ്പൊ എന്റെ നക്ക് തന്നില്ല, ഇതിൽ ഞാൻ കാത്തച്ച നക്കു ഹജ്ജിക്ക് പോകണം. അങ്ങനെ ഹജ്ജിക്ക് പോയാലാണ് പോയിട്ട് ഈത്തപ്പഴ സംസം എല്ലായിടത്ത് വന്ന് റായത്തങ്കല്ല ഗൗജിയിൽ കൊടുത്ത ഓണ് കൊടുത്തതേ ഇല്ല. വേറൊരു ഉസ്താദ് ചൊന്ന ഉദാഹരണം എന്താ ഇത്, நான் பகிசந்தாட்டி அவ்வளவு காரணம் எல்லாருக்கும் கொடுத்தாருல்ல ஆச்சாரம், எனக்கு இந்த நீங்க கொடுத்துல அது 10 வருஷத்துக்கு முன்னாடி ஹஜ்ஜிக்கு போயிட்டா பெரிய கௌஜி പോയപ്പോ സംസം എല്ലാം കൊടുത്തത് എല്ലാവരും കൊടുത്തത് നക്ക് തന്നിട്ടില്ലേ, അതുകൊണ്ട് തന്നെ അവന് കൊടുക്കാത്തേണ്ട. ഇത് ഉണ്ടായില്ലേ നീ എന്താ ചക്കറു ഇതിന്റെ 99% വിഷയങ്ങളെല്ലാം മാറിപ്പോയിട്ട് മനുഷ്യൻ പേര് ഹജ്ജാക്കിയ സ്വർഗത്തിൽ പോണേ. എവിടെയാണ് എന്റെ മനസ്സിൽ ഇത് വെച്ചിട്ട് ഈ ഹജ്ജ് എന്തിക്കറപ്പേ? അവിടെ ഉംറത്ത് പോയപ്പോ ലീഡർക്കും പറയലേ, അമീർക്കും പറയലേ, എല്ലാവർക്കും പറയലേ, ചോറ് സമ്മതിക്കില്ല, അങ്ങനെ വിളിച്ചവരും അവിടെ തല പൊട്ടുവാട്ടാണ് ഇങ്ങനെ കഴിച്ചേക്ക് വെച്ച് കലാട്ട്. എന്നിട്ട് ഒരു ഓട്ട കാബാലയത്തെ മുട്ട ഓടുകയെ തോഫാക്കണേ സയ്യാക്കണേ എന്നിട്ട് ഇവിടെ വന്നിട്ട് കിട്ടി എല്ലാവരും പറയലേ ഈ വെച്ചോട്ടെ നമീ വെച്ചോട്ടെ. ഈ തവാഫ് ആർക്ക് റബ്ബേ, ഈ ഹജ്ജ് ആർക്ക് വേണം, ഈ ഉംറ ആർക്ക് വേണം? തീമൻ ഹറമ നിക്ക് തടഞ്ഞ ആൾക്ക് കൊടുക്കോ തീർന്ന നിക്ക് ഹജ്ജു ആക്കണ്ട ഉംറ ആക്കണ്ട, നിന്റെ കൽബൊന്ന് സമാഖ്യമയ്യോ. തീമൻ ഹറമ വതസിലു അമ്മൻ ഖത, നിന്റെ സംബന്ധം മുറിച്ചാണ് സംബന്ധത്തെ ചേർക്കൂ സാധ്യമാവണു. ಅವನು ಉಪದರಾಕಿರ ಬುದ್ಧಿಮುಟ್ಟಾಕಿರ ನಾನು ಅವನಿಗೆ ಉಪದರಾಕೋ ಇಲ್ಲ, ನಾನು ಅವನಿಗೆ ಕೇಸು ಹುಡುಕೋ ಇಲ್ಲ, ನಾನು ಅವನಿಗೆ ಮಾಫು ಕೊಡುತ್ತೆ. ಇದು ನನ್ನ ಕೊಂಡು ಸಾಧ್ಯವಾ എങ്കിൽ ഹിസാബ് സുലഭമായിട്ട് സ്വർഗത്തിൽ പോണ്ടു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെമ്മ ചെല്ലുകൊണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ നിപ്പാട്ടിക്കൊണ്ടുണ്ട്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ಬಗ್ಗೆ മനസ്സിലാക്കുമെന്ന് ഞാൻ ചോട്ടെ. ഇമാം യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹു അൻവാറുൽ മുഹമ്മദിയത്തിൽ വിശദീകരിക്കുന്നത്, ഒരു നാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിലെ ഖുബാ പള്ളിയിൽ പോകും. അങ്ങനെ പോകുമ്പോ വാഹനം ഏതെന്ന് കേട്ടെങ്കിൽ ഇതാണ് വാഹനം, ഏത് കത്തയാണ് വാഹനം, കത്ത വാഹനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഹനം കത്ത ചൊന്നെങ്കിൽ അത് കീഴല്ല, പത്ത വാഹനം കത്തര കൊമ്പെന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കത്തര മേലും പത്തിയിട്ട് ഭയങ്കര വിഷയമാണ്. അപ്പൊ ഭയങ്കര മേലിൽ പോയാലും ഗ്രീക്സിൽ പോയെങ്കും വിഷയം തോന്നില്ല. അവിടെ കൽബ് നോക്കണേന്ന് ചോദിച്ചാൽ ചോദിക്കുന്നതിന് ചോദിച്ചാൽ അരിക്കും ചോദിച്ചാൽ സൗഹാർദ്ദ ചോദിച്ചെങ്കിൽ എന്റെ ചട്ടലുള്ളതല്ല, എന്റെ കൽബിലുള്ളതാണ്. ഇത് തെളിഞ്ഞിട്ടില്ലെങ്കിൽ അൽഹംദുലില്ലാ. അപ്പൊ കത്തര മേലിൽ പോയിട്ട് ഇത് ഞാൻ വായിച്ചിട്ടാവും നക്ക് നെൻപൈത്ത് മുഞ്ഞാണ്ട് ഒരാൾ കണ്ടൊട്ടിച്ച് എന്ത് ഞങ്ങളവിടെ ഭയങ്കര സ്റ്റാൻഡേർഡ് ചൊന്നെങ്കിൽ ഞങ്ങളെ പള്ളിയിലെ ഖത്തീബ് ഒരാഴ്ചയുള്ള വലിയ ആളാണ്. അയാൾ ഞങ്ങൾ അങ്ങനെ ഒരു പ്രോഗ്രാമിൽ കട്ട് കാർ പറഞ്ഞോളി, കാർ ബന്ധം മാത്രം കൊണ്ട് നടന്നു പോകാൻ എന്തേ അത് ഞങ്ങൾ എല്ലാവരും കൂടി സ്റ്റാൻഡേർഡ് കീപ്പാക്കടേ. അത് കേൾക്കുമ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇത് വായിച്ചപ്പറപ്പേ ഇത് ഇത്ര വലിയ സ്റ്റാൻഡേർഡ് ആളാണ്, ഇത് ഇന്റർനാഷണൽ നേതാവ് ചെന്ന മയ്യാവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എതുക്കും റെഡിയാണ്, എവിടെയും പോകും എല്ലാത്തും റെഡിയായ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങൾ മനസ്സിൽ വെച്ച് നടന്നുകൊണ്ടുള്ളേ കോടികട്ടൽ ആൽമാറ കൽബിലുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വാഹനത്തുമേൽ പത്തിട്ട് കത്തരമേൽ പത്തിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ട്. മദീനത്തെ പള്ളിയിലെ മുതഅല്ലിമീങ്ങളുടെ നേതാവ് ഒരു പിരിസപ്പാട് നിങ്ങൾ നോക്കുള്ളൂ. അയാളുടെ ചോദിച്ചു നിങ്ങൾ ഭണ്ഡാരൊക്കെ അവ നാനും മണ്ടേ. അപ്പൊ നിങ്ങളെ വാഹനത്തുമേൽ തെപ്പാട്ട ഹിമ്പതി സവാറ ബാക്കിൽ തെപ്പാട്ട. അപ്പൊ നിങ്ങളുടെ ഇഷ്ടമാണ് ചോദിച്ചത്, നിങ്ങൾ തെപ്പാട്ടിയ ഞാൻ തെക്കടേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലി ഇറക്കം 10 റൂം ചൊല്ലും. അപ്പൊ ഈ ബൈക്കിന് പേരിക്കും ഉദാഹരണം ബൈക്ക് ഇപ്പൊ നബി സല്ലല്ലാഹു ഒരാൾ തെച്ചിട്ടുണ്ടോ
ഇവ അബൂഹുറൈറ പത്തിരി ഇങ്ങനെ ചാടിയിട്ട് തുള്ളിയിട്ട് തെക്കിടാറ്. അങ്ങനെ തുള്ളിയിട്ട് തെച്ചപ്പോ എന്താ വെച്ചാൽ ഇയാൾ തെക്കുകയും ഇയാൾ പിന്നെ എതിർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിപ്പിടിച്ചിട്ട് രണ്ടാർക്കീട് പോകുന്നു. രണ്ടാർക്കീട് ആറ് കൊണ്ട് എനിക്കുള്ളൂ പഠിച്ചറപ്പെ അതിനുള്ള വായിക്കും അത്ഭുതപ്പെട്ടു പോണി. ഇതാറ് ഞങ്ങൾ ഇന്നത്തെ കുറെ നേതാക്കന്മാർ കൊച്ചിന് ആറ് ഇത് കൊത്തിയില്ല. ഞങ്ങൾ സാലിട്ടോണ്ട് കോജാക്കിയോണ്ട് നടന്ന മാത്രമാണ്. യാറൊപ്പി സ്റ്റേജിൽ എത്തുമ്പോൾ ഒരു 10 മീറ്റർ നടന്നാണ്ടായി പിന്നെ അതൊരു പേരിലാണോ കറട്ടെ അതൊരു പേരിൽ രണ്ട് പരിഗണിച്ചില്ല. രണ്ട് അങ്ങനെ ആക്കി ഇതേ വിഷയമാണ് തുനിയാവും കൂടെ. ഇത്ര വലിയ നേതാവും ഗാഡിയുടെ കീഴിൽ വന്ന് അടിക്കോ പോയിത്താ. എത്ര വലിയ MLA ആവട്ടെ മിനിസ്റ്റർ ആവട്ടെ നിങ്ങൾ നോക്കുന്നതാണ്. ഈ അടുത്തൊരു മിനിസ്റ്റർ ഇത് നോക്കിയ യന്ത്രമായി എതിർത്ത് വെച്ച ഒരു അധികാരി സ്വന്തം ഇടി പൊടിപൊടിയാക്കി വിട്ടാവും. അസമണ്ട് ചൂടോടെ നാനാറ് ഒരു ഇന്റർനാഷണൽ നേതാവിനൊക്കെ ചെന്ന പതയില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കീഴ് പോത്ത് ചണ്ടം കീഴ് പോണ്ട ഒരു പൽക്ക ചെന്നില്ലല്ലോ. എന്നിട്ട് വീണ്ടും വാഹനത്തെ മേൽ പത്തിട്ട് പേരചന്ദ്ര വന്നുണ്ട് ചിരിക്കാറുണ്ട്. അബൂഹുറൈറ റളിയല്ലാഹു കേൾക്കലേ നിങ്ങൾ വന്നിട്ടാണ് പത്തോട്ടാണ് അപ്പൊ ചെന്തു നബി നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമുണ്ട് അങ്ങനെ കുറവുണ്ട് ഇർക്കം ചെന്തു 10 അയാൾ തുള്ളിട്ട് ഒരു 10 പേർക്ക് ചെണ്ടാൽ വന്നു. 2 വട്ടം 3 കീഴിൽ മൂന്നാമതും പത്തിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പലക്ക ചെന്നില്ലല്ലേ. എന്തിനാക്കിയ പോവാതീന് ഇത്ര പേര് നേതാവുണ്ട് കവിസനൽ വടക്കൈത്താത എന്ത് ചെന്നില്ല. മൂന്നാമതും കേൾക്കണേ നിങ്ങളെ ഞാൻ പത്തോട്ടാട്ടാണ്. അപ്പൊ അബൂഹുറൈറ നബിയെ സല്ലല്ലാഹു നക്ക് 10 തെക്കോതല്ലേ നിങ്ങൾ മൂന്നാമത് കീഴിലും ഞാനില്ല എന്റെ സയ്യിദുനാ അബൂഹുറൈറ റളിയല്ലാഹു അൻഹു ചെന്നിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനത്തെ നബിയാണ് ഞങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് എന്റെ ലൈഫിയുടെ എല്ലാ ഭാഗത്തും എനിക്ക് നെനപ്പാവും. ഞാൻ ആരെ അനുയായിയാണ്, എത്ര വലിയ നേതാവുടെ ആളാണെന്നാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. അതുകൊണ്ട് ഇത് പഠിച്ചിട്ട് ഞാൻ ഒരു മനുഷ്യനാവണോണ്ട് റബീഉൽ അവ്വൽ എന്നൊക്കെ ചെല്ലുള്ളൂ. അള്ളാഹു നന്നാക്കി തരുമാറാവട്ടെ.